ആഗോള അയ്യപ്പ സംഗമം നടത്തിയുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് 55 ലക്ഷം കൂടി നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സ്പോൺസർഷിപ്പ് തുക കിട്ടിയ ശേഷം മാത്രമാകും ബാക്കി തുക നൽകുക. ചെലവായി 7 കോടിയും കിട്ടണമെന്ന നിലപാടിലാണ് ഊരാളുങ്കലുള്ളത്. ഷഫീദ് റാവത്ത് വിവരങ്ങൾ ചേർന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. പിന്നെ അപ്പോൾ അന്ന് നമ്മൾ ഇത് വലിയ ചർച്ചയായതാണ്, രാഷ്ട്രീയ ചർച്ചയായതാണ്. അപ്പോൾ ഇത് ഇത്രയും പൈസ കൊടുക്കില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഏതോ സംസാരമൊക്കെ നടക്കുന്നു, അത് കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. 7 കോടി വേണമെന്ന് തന്നെ പറയുന്നു. അത് ഘട്ടം ഘട്ടമായി കൊടുക്കുന്നു. അതല്ലേ യാഥാർത്ഥ്യം ഷഫീദ്? ലക്ഷ്മി, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ മുഖമിനുക്കൽ നടപടിയുടെയൊക്കെ ഭാഗമായിട്ടായിരുന്നു സർക്കാർ 7 മാസങ്ങൾക്ക് മുൻപ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷമുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇക്കാര്യത്തിൽ ഊരാളുങ്കലിന്റെ അവരുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ടുള്ള ICക്കായിരുന്നു ഈ പരിപാടിയുടെ നടത്തിപ്പ് ചുമതല. അതിൽ ഈ അയ്യപ്പ സംഗമത്തിന് നടത്തിപ്പ് ചിലവായി GST ഉൾപ്പെടെ 7.11 കോടി രൂപയാണെന്നാണ് കമ്പനിയുടെ കണക്ക്. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്കിൽ ഇത് 4.99 കോടിയാണ് എന്നുള്ളതാണ്. ഈ പൊരുത്തക്കേട് ഏതെങ്കിലും തരത്തിൽ ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഒരു സ്പെഷ്യൽ ഓഡിറ്റിംഗ് നടത്തുകയും ആ ഓഡിറ്റിംഗിന് പിന്നാലെ ഹൈക്കോടതിയിലടക്കം ഈ വിഷയം അറിയിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് പലതരത്തിലുള്ള തർക്കങ്ങളും സംസാരങ്ങളും നടക്കും എന്നൊക്കെയുള്ള സൂചനകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ആ സംസാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഇതുവരെയും നടന്നതായി നമുക്ക് പറയാൻ കഴിയില്ല. കമ്പനിക്ക് 3 കോടി അഡ്വാൻസായി ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി 1.99 കോടി മാത്രമേ നൽകൂ എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സർക്കാർ. എന്നാൽ അതിന് പിന്നാലെ കമ്പനിയാകട്ടെ ഇനി ബാക്കിയുള്ള 4.04 കോടി രൂപയും വേണം എന്നൊക്കെയുള്ള നിലപാടിലായിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ പുതിയൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 55 ലക്ഷം കൂടി അത് ഊരാളുങ്കലിന് കീഴിലുള്ള ICC ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. ബാക്കി തുക സ്പോൺസർഷിപ്പ് തുക കിട്ടിയ ശേഷം നൽകാം എന്നുള്ളതാണ് പറയുന്നത്. സംഗമത്തിന്റെ ചെലവിനത്തിൽ ഇതുവരെ നൽകിയത് 3.69 കോടി രൂപയാണ്. ഇനി നൽകാനുള്ളത് 1.06 കോടി. തുക പോരെന്നാണ് കമ്പനി ഉറച്ച നിലപാടിൽ നിൽക്കുന്നത്. ചെലവായ 7 കോടിയും കിട്ടണം എന്നുള്ള ഉറച്ച നിലപാടിൽ ICC നിൽക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ചില ചർച്ചകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഹഷ്മി, അപ്പോഴും സ്പോൺസർഷിപ്പിൽ കിട്ടിയ തുക അത്രയ്ക്കേ ഉള്ളൂ. അതിനിയും കിട്ടാനുണ്ട്. അത് പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അതൊന്നും നടപ്പാവുന്നില്ല അല്ലേ ഷഫീദ്? ഉറപ്പായിട്ടും. അതായത് ഈ സ്പോൺസർഷിപ്പായി ദേവസ്വം ബോർഡിന് ഇതുവരെ കിട്ടിയത് 3.85 കോടി മാത്രമാണ്. ഇനിയും കുറച്ച് തുക കിട്ടാനുണ്ട്. ഏതാണ്ട് 1.5 കോടി രൂപ കിട്ടാനുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ബാക്കി തുക കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വിഷയത്തെ എങ്ങനെ നീങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം തന്നെ ഈ കമ്പനിക്ക് അഡ്വാൻസായി കൊടുത്ത തുക അത് നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്നാണ്. പിന്നീട് അത് വകമാറ്റിയതൊക്കെ വലിയ വിവാദമായിരുന്നു. കൂടാതെ പല കാര്യങ്ങൾക്കും GST ബിൽ ഇല്ലാത്തതും മാത്രവുമല്ല ടെൻഡർ പ്രകാരമല്ല ICC ഇക്കാര്യം ഏൽപ്പിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിലെ വിവാദമായിരുന്നു. പക്ഷേ കമ്പനി ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനം നിർണായകമാകും. മാത്രമല്ല ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടലും നിർണായകമാകും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.